ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം പറഞ്ഞിട്ടില്ലേ? യദിദം മനസാ വാചാ ചക്ഷുർഭ്യാം ശ്രവണാദിഭിഃ നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാ മനോമയം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? എന്താ നിങ്ങൾ മിണ്ടാതെ? പറഞ്ഞിട്ടില്ലേ? ഉണ്ടോ? മൃഷ തന്നെ അത്. അവിടെ അവഗ്രഹമൊന്നും കൊണ്ടുവരണ്ട. അവഗ്രഹം കൊണ്ടിട്ടാൽ സമ്മതിക്കൂല. അപ്പം നിങ്ങൾ എന്തു വേണം? സത്യം പരം ധീമഹി. ഈ പ്രപഞ്ചം മൃഷയാണെങ്കിൽ ആ മൃഷ നിലനിൽക്കാനായിട്ടൊരു സത്യം എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. ആ സത്യം എവിടെയാ? അത് നിങ്ങളുടെ ഉള്ളിലാണ്. ഉള്ളിലെങ്ങനെ? ഞാൻ ഞാൻ എന്ന് പറയുന്ന ആ പ്രത്യയത്തിന് നിദാനമായിരിക്കുന്ന ഉൾസാന്നിധ്യമാണ് സത്യം. ആ സത്യത്തെ നിങ്ങൾ എന്തു വേണം? ഒന്നും ചെയ്യാൻ പറ്റില്ല. ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്കാനേ പറ്റുള്ളൂ. സത്യം പരം ധീമഹി. അങ്ങനെ എല്ലാവരെ കൊണ്ടും പരമമായ സത്യത്തെ ബുദ്ധിയിൽ ആലോചനാരൂപത്തിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുന്ന ഒരു വിശേഷപ്പെട്ട സംഹിത ആണ് ഈ ശ്രീമദ് ഭാഗവതം. ഇതിൽ ആദ്യത്തെ ശ്ലോകം അങ്ങനെയായി. രണ്ടാമത്തെ ശ്ലോകം വളരെ വിശേഷപ്പെട്ടതാണ്. എന്താ അവിടെ പറയണത്? ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. ഈ ലോകത്തിൽ പണക്കാരനോ പിച്ചക്കാരനോ ബുദ്ധിമാനോ അജ്ഞനോ പാപ്പരനോ ആരുണ്ടോ, അവർക്കെല്ലാവർക്കും ഒരുപോലെ ഈ ലോകം താപത്രയം രചിക്കുന്നതാണ്. താപത്രയം രചിക്കുന്നതാണ്. അതിലൊരു മാറ്റമില്ല, ഒരു മാറ്റമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. ആ താപത്രയത്തെ ഉന്മൂലനം ചെയ്യാനുള്ള വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. അതിനെ ഉന്മൂലനം ചെയ്യാൻ അറിവ് മാത്രമേ പ്രയോജനപ്പെടുള്ളൂ. എന്തിനാ അറിയേണ്ടത്? വാസ്തവത്തിനെ അറിയണം. ആ വാസ്തവ ബോധമുണ്ടല്ലോ, അറിവ്, സാക്ഷാത്കാരം, അതിന് മാത്രമേ ഈ താപത്രയത്തെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു.